നമസ്കാരം. വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും പൂത്തിരികൾ പൊട്ടിച്ചിതറുവാൻ സമയമായി. അറിവിൻ്റെ ആഘോഷം ഇവിടെ ആരംഭിക്കുകയാണ്. അറിവിൻ്റെ വിസ്മയച്ചുപ്പുമായി ഞങ്ങൾ ആരംഭിക്കുന്നു ഇന്നത്തെ IQ മാസ്റ്റർ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. സോ ദിസ് ഈസ് മൈ പ്രഡിക്ഷൻ. ഒരു കാർഡാണ്. ഈ കാർഡിനകത്ത് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ദിസ് ഈസ് മൈ പ്രഡിക്ഷൻ. ഞാൻ ഇത് മാറ്റുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി തന്നെ മോളുടെ കയ്യിൽ ഞാൻ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. മോൾ ചെയ്യേണ്ടത് ഈ കാർഡിനെ ഇതുപോലെ തന്നെ കയ്യിൽ പിടിക്കാം കേട്ടോ. കൈ ലൂസാക്കി പിടിച്ചാൽ മതി. ഓക്കെ, പിടിച്ചാൽ മതി, ചേർത്ത് പിടിച്ചാൽ മതി. ഓക്കെ, എൻ്റെ പ്രഡിക്ഷൻ കണ്ടല്ലോ നേരത്തെ അല്ലേ? ദി സെയിം കാർഡ്. ഷോ ദാറ്റ് ടു ദി ഓഡിയൻസ്. ഷോ ദാറ്റ്. അതല്ലേ കാർഡ്? തെറ്റിപ്പോയോ? ഇത് ക്യൂൻ ഓഫ് ഹാർട്ട്സ്. ഞാൻ കാണിച്ചത് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആണ്. അല്ല, ഞാൻ കാണിച്ചത് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യൂൻ ഓഫ് ഹാർട്ട്സ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ശബ്ദമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ ശബ്ദം തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. I do not know how many of us who are going to participate in the coming battle will survive to see India free. But whether we survive or not, whether we individually live to see India free or not. ഇവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ പ്രശ്നമുണ്ടല്ലോ. ഞാൻ മോളോടൊരു കാര്യം പറയാം. ചോദ്യമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. നിങ്ങൾ എത്രമാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എത്രമാത്രം ഇൻ്റലിജൻ്റ് ആണെങ്കിലും നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ കുഞ്ഞുങ്ങളോടും പറയുന്നത്, ഈ മത്സരത്തിൽ ഇവിടെ IQ മാസ്റ്ററിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വിജ്ഞാനം മാത്രമല്ല ഞങ്ങൾ പരിശോധിക്കുന്നത്. നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളും പരീക്ഷണങ്ങളും അതിനെത്രമാത്രം നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്കിടയിൽ പറയുന്ന ഈ കാര്യങ്ങൾ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അതാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം ഇതാണ്: ഹൂസ് സ്റ്റാച്യു ഇസ് ദിസ്? A. T. മാധവറാവു, B. C. കേശവൻ, C. ഭീംറാവു രാംജി അംബേദ്കർ, D. വേലുത്തമ്പി ദളവ. കടയാറ്റുണ്ണിത്താനോട് ഒരിക്കൽ ഈ വേലുത്തമ്പി ദളവ ചോദിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞാൽ അവരെ അപ്രത്യക്ഷമാക്കാൻ സാധിക്കുമോ എന്നുള്ളത്. കടയാറ്റുണ്ണിത്താൻ എന്തുകൊണ്ടാണെന്നറിയില്ല ആ സമയത്ത് അത് എഗ്രി ചെയ്തു, യെസ് എന്ന് പറഞ്ഞു. പക്ഷേ കാര്യത്തോട് അടുത്ത സമയത്തേക്ക് അതൊന്നും സാധ്യമല്ല ഇന്ദ്രജാലത്തിൽ എന്നുള്ളത് തിരിച്ചറിയുകയും അങ്ങനെ കടയാറ്റുണ്ണിത്താൻ ഇങ്ങോട്ട് വരാതിരിക്കുകയും വേലുത്തമ്പി ദളവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും എന്നൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് ഒരിക്കൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജാലവിദ്യ ചെയ്തു. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം വരുന്നതിന് മുമ്പ് സ്ക്രീനിൽ ചിത്രം കാണാം പ്ലീസ്. ദി ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദി ഹിസ്റ്റോറിക് ഒക്കേഷൻ? ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്, ബാറ്റിൽ ഓഫ് Thermopylae, Battle of Marathon, Battle of Attu. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ഈ ചരിത്ര സംഭവം എന്താണ്? ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്, ബാറ്റിൽ ഓഫ് Thermopylae, ദി ബാറ്റിൽ ഓഫ് മാരത്തോൺ, ദി ബാറ്റിൽ ഓഫ് ആറ്റു. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ചോദ്യം. സോ നിങ്ങളെല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. ആ ചിത്രം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഏത് ബാറ്റിലാണ് ഇവിടെ കണ്ടത്, ഏതിലേക്കാണ് നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ശ്രദ്ധയെ നയിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ഓക്കെ, യുവർ ആൻസർ പ്ലീസ്. Sir, option B, Battle of Thermopylae. ഓപ്ഷൻ ബി, ബാറ്റിൽ ഓഫ് Thermopylae. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പേര് ഒരു കോൺഫിഡൻ്റ് ആയല്ലേ? എന്ത് വന്നാലും നേരിടാമെന്ന് വിചാരിച്ചു. ഇതാണ് വേണ്ടത്, ഇതാണ് എപ്പോഴും വേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എത്രമാത്രം ഹാർഡാണ്, നിങ്ങൾ എത്രമാത്രം ഒരു ജോലി നിങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ട് ഏൽപ്പിക്കാമെന്നുള്ളതാണ്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് നിങ്ങളിലുണ്ടാകുന്നൊരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസമാണ് എപ്പോഴും ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഈ പ്രായത്തിലൊക്കെ നിങ്ങൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിരിക്കണം എന്നറിയാമോ? നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനുള്ളത്? ഒന്നുമില്ല. ബി കോൺഫിഡൻറ്റ്. ചാവിട്ട് തെറിപ്പിച്ച് പോകും. ഒരു ഒറ്റ ലൈഫല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് നോക്കണ്ടേ ഉത്തരം ശരിയാണെന്ന് നോക്കണ്ടേ? വാച്ച്.
റൈറ്റ് ഹാൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ, പ്രകടനങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ വളരെ സന്തോഷത്തിലാവും. ഇനി നമ്മളൊരു ഓഡിയോ കേൾക്കുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയുക. ഇനി കണ്ണല്ല കൂർപ്പിക്കേണ്ടത്, കാതാണ് കൂർപ്പിക്കേണ്ടത്, അല്ലേ? കാതല്ല കൂർപ്പിക്കേണ്ടത്, ഹൃദയമാണ് കൂർപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, കേൾവിയും ശ്രദ്ധയും തമ്മിൽ വ്യത്യാസമുണ്ട്. കേൾവി എന്ന് പറയുന്നത് കാതുകൊണ്ടാണ്, ശ്രദ്ധ എന്ന് പറയുന്നത് കുറേ കൂടി ഗഹനമാണ്, ആഴത്തിലുള്ളതാണ്. അത് സ്വീകരിക്കുന്നത് ഹൃദയമാണ്. അതുകൊണ്ട് കേട്ട് ആരാണ് എന്ന് മനസ്സിലാക്കുക. ശബ്ദം കേൾക്കാം, നമുക്ക് ആ ശബ്ദത്തിലേക്ക്, ഓഡിയോയിലേക്ക് പോകാം. I regard myself as a soldier, though a soldier of peace. I know the value of discipline and truth. I must ask you to believe me when I say that I have never made a statement of this description, that the masses of India, if it became necessary, would resort to violence. ശബ്ദം കേട്ടു. ചോദ്യം ഇതാണ്, ഹൂസ് വോയിസ് ഇസ് ദിസ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, അഡോൾഫ് ഹിറ്റ്ലർ, സർദാർ പട്ടേൽ? ഐ എം ആസ്കിംഗ് അഗെയിൻ, ആരുടെ ശബ്ദശകലം ആണ് ഇത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, അഡോൾഫ് ഹിറ്റ്ലർ, സർദാർ വല്ലഭായ് പട്ടേൽ? ആരുടേതാണ് ഈ ശബ്ദം എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ടും നിങ്ങൾ ആ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കാണുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തെറ്റാതെ പറയണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആൻഡ് this is your time. Buzzer please. Cotton Hill School, GGHSS, Thiruvananthapuram. Okay. So, tell me what's your answer? Sir, option B, Gandhiji. ഓപ്ഷൻ ബി, ഗാന്ധിജി. നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ്, അല്ലേ? ഗാന്ധിജി. നമ്മൾ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് എന്ന് പറയുന്നു. ശബ്ദം കേട്ടാൽ തിരിച്ചറിയാം. കാരണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ മോള്? കുറച്ച് മുമ്പ് കേട്ടിട്ടുണ്ടോ? അതെ. അഡോൾഫ് ഹിറ്റ്ലറുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗാന്ധിജിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? എവിടുന്ന് കേട്ടിട്ടുണ്ട്? ദൂരദർശനിൽ വന്നിട്ടുണ്ട്. ദൂരദർശനിൽ വന്നിട്ടുണ്ട്. ഓക്കെ. യൂട്യൂബിൽ തിരഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ സ്പീച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. അല്പം വിറയുള്ള ശബ്ദമാണ് ഗാന്ധിജിയുടെ ശബ്ദം. ഗാന്ധിജിയുടെ ശബ്ദം എന്ന് പറയുന്നത് അത്ര ബോൾഡ് അല്ല, ഒരിക്കലും വിറയുള്ളൊരു ശബ്ദമാണ്, അല്ലേ? അതുപോലെ വളരെ സോഫ്റ്റായിട്ടാണ് ഗാന്ധിജി പറയുന്നത്. സോഫ്റ്റായിട്ടാണ്. ഗാന്ധിജി ഹാർഡായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വളരെ സോഫ്റ്റായിട്ടാണ്, ശാന്തമായിട്ടാണ് ഗാന്ധിജി സംസാരിക്കുന്നത്. പക്ഷേ ആ ഓരോ വാക്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാക്കിനേക്കാൾ തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് പറഞ്ഞ ഒരു ഭൂമിയേക്കാൾ കൂടുതൽ കരുത്തുണ്ടായിരുന്നു വാക്കുകൾക്ക്. പക്ഷേ ഇതാരുടെ ശബ്ദമാണ് കേട്ടത്? ഗാന്ധിജിയാണെന്ന് മോൾ അനുമാനിക്കുന്നു, ഗാന്ധിജിയാണെന്ന് മോൾ പറയുന്നു. ഓക്കെ, ലെറ്റ് us check it. സല്യൂട്ട്. പെർഫെക്റ്റ്. സല്യൂട്ട് ഗാന്ധി, അല്ലേ? ഗാന്ധിജിയെ നമുക്ക് സല്യൂട്ട് ചെയ്യാം. ഞങ്ങൾ ഗാന്ധി മന്ത്ര എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗാന്ധി മന്ത്ര എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ 7 സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലുടനീളം നടത്തിയ യാത്രയായിരുന്നു 4 മാസക്കാലം. ഗാന്ധി നടന്ന വഴികളിലൂടെ മുഴുവൻ ഞങ്ങളും നടന്നു. അവിടെ പോർബന്ദർ, അതുപോലെ തന്നെ രാജ്കോട്ട്, അതിനുശേഷം വാർധാ സേവാഗ്രാം ആശ്രമം. എനിക്കെപ്പോഴും പവിത്രമായി തോന്നിയിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള, നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വാർധാ സേവാഗ്രാം ആശ്രമമാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാർധാ സേവാഗ്രാം ആശ്രമത്തിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും കസ്തൂർബ ഗാന്ധിയോടൊപ്പം ചിലവഴിച്ചിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൊരു ഫോൺ വെച്ച് കൊടുത്തിരുന്നു. ആ ഫോൺ ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് വാർധാ സേവാഗ്രാം ആശ്രമത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റിനകത്ത് ഒരു ബുക്കിൻ്റെ ഷെൽഫുണ്ടായിരുന്നു. അവിടെ നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജി ടോയ്ലറ്റിലിരിക്കുന്ന സമയത്ത് പോലും എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. മഹാൻ, അല്ലേ? നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് ഒരു കുഷ്ഠരോഗിയെ, ആ കുഷ്ഠരോഗിയുടെ പേര് ഞാൻ മറന്നുപോയി, അറിയാമോ? ഒരു കുഷ്ഠരോഗിയെ ചികിത്സിച്ചത് അറിയാമോ? പേര് അറിയാമോ? പാച്ചുരേ ശാസ്ത്രി. പെർഫെക്റ്റ്, വെരി ഗുഡ്. പാച്ചുരേ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൊട്ടടുത്തൊരു ചെറിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കുടിൽ. അവിടെ പോയിട്ട് എല്ലാ ദിവസവും ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ അദ്ദേഹം തുടച്ചു കൊടുക്കുമായിരുന്നു, ശുശ്രൂഷിക്കുമായിരുന്നു. അത്രമാത്രം ഹൃദയാലുവായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്.
മറ്റൊരു കാര്യം, അദ്ദേഹം അവിടെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചവണ ഉണ്ടാക്കിയിട്ടുണ്ട്. കവണ എന്ന് പറയുന്നില്ല, നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് സാധനം കണ്ടില്ലേ, അതവിടെ വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. അവിടെ അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്ന, ഈ ആശ്രമത്തിലേക്ക് വരുന്ന പാമ്പുകളെ പിടിച്ചതിന് ശേഷം ആ പാമ്പിനെ എടുത്ത് കാട്ടിൽ കൊണ്ടുപോയി വിടുമായിരുന്നു. ഒരു പാമ്പിനെ പോലും അദ്ദേഹം കൊന്നിരുന്നില്ല. അത്രമാത്രം ഹൃദയം തുറന്നു വെച്ചൊരു മഹാത്മാവായിരുന്നു മഹാത്മാഗാന്ധി. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഗാന്ധിജിയെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് കാണേണ്ട സ്ഥലം എന്ന് പറയുന്നത് വർധ സേവാഗ്രാം ആശ്രമമാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സ്ക്രീനിലേക്ക് നോക്കാം, അവിടെ ഒരു ചിത്രം കാണാം. ആ ചിത്രം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പ്ലീസ് വാച്ച്. ദി ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഈസ് ദിസ് ഹീറോ? CK ലക്ഷ്മൺ, PR ശ്രീജേഷ്, സിറിൽ സി വെള്ളൂർ, ജിമ്മി ജോർജ്. ചോദ്യം ആവർത്തിക്കുന്നു. ഈ താരം ആരാണ്? CK ലക്ഷ്മൺ, PR ശ്രീജേഷ്, സിറിൽ സി വെള്ളൂർ, ജിമ്മി ജോർജ്. ചിത്രം കണ്ടു, നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബസറിൽ എല്ലാവരും റെഡിയായിരിക്കുന്നു. ബസർ പ്ലീസ്. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ എറണാകുളമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആൻഡ് ടെൽ മീ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ഡി, ജിമ്മി ജോർജ്. ഓപ്ഷൻ ഡി, ജിമ്മി ജോർജ്. പോവാം നേരിട്ട്. പെർഫെക്റ്റ് ആണ്. ആരാണ് ജിമ്മി ജോർജ്? വോളിബോൾ താരമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള വോളിബോൾ താരമാണ്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂരിൽ പേരാവൂരിലാണ്, അല്ലേ? മലയാളികളായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഒരു വിഷമമുള്ള കാര്യം, അദ്ദേഹം ഇറ്റലിയിൽ വെച്ച്, അദ്ദേഹത്തിന് 32 വയസ്സായിരിക്കുന്ന സമയത്ത് ഇറ്റലിയിൽ വെച്ചൊരു കാർ അപകടത്തിൽ അദ്ദേഹം മരിച്ചുപോയി, അല്ലേ? 32ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായത്. ജിമ്മി ജോർജിൻ്റെ പേരിലുള്ളൊരു സ്റ്റേഡിയം തിരുവനന്തപുരത്ത് ഇന്ന് ഉണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്റ്റേഡിയമാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ജിമ്മി ജോർജിനെ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർക്കാം, അദ്ദേഹത്തിന്, അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 12ാമത്തെ ചോദ്യത്തിലേക്കാണ്. 12ാമത്തെ ചോദ്യം, ഒരു ചിത്രം കാണും. ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. ചിത്രം എന്ത് എന്നുള്ളതല്ല, ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. സോ സീ ദി പിക്ചർ ഓൺ സ്ക്രീൻ പ്ലീസ്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ. What is Sri Padmanabha Temple top signifying? Travancore head sign, Vanchi and Vanchinad, represents Padmanabha, history of Travancore. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത് എന്താണ്? തിരുവിതാംകൂർ മുദ്ര, വഞ്ചി വഞ്ചിനാട്, അനന്തശയന പ്രതീകം, തിരുവിതാംകൂർ ചരിത്രം. ഇതാണ് ചോദ്യം. ചിത്രം എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ചോദ്യം വ്യക്തമാണ് എന്നും ഞാൻ കരുതുന്നു. ചോദ്യം വ്യക്തമല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഐ തിങ്ക് ദി ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ഫോർ യു, റൈറ്റ്? ഓൾ റൈറ്റ്. ആൻഡ് നിങ്ങളെല്ലാവരും ബസറിൽ വിരൽ വെച്ചിരിക്കുകയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. യാ, ആൻഡ് ഇറ്റ്സ് യുവർ ടൈം. ബസർ. കോട്ടൺ ഹിൽ സ്കൂൾ, GGHSS, തിരുവനന്തപുരം. സോ ടെൽ മീ വാട്ട്സ് ദാറ്റ്? ടെൽ മീ. സർ, ഓപ്ഷൻ ബി, വഞ്ചി വഞ്ചിനാട്. ഓപ്ഷൻ ബി, വഞ്ചി വഞ്ചിനാട്. പറഞ്ഞു പോയല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വഞ്ചി വഞ്ചിനാട്. ഇത് അതിൻ്റെ മുകൾ ഭാഗം ഒരു വഞ്ചിയെ സൂചിപ്പിക്കുന്നു, അല്ലേ? വഞ്ചിയെ സൂചിപ്പിക്കുന്നു. നമ്മൾ കണ്ടാൽ അറിയാം, അതാണ് അതിൻ്റെ നമ്മുടെ എന്താ പറയുക, ശ്രീ പത്മനാഭ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ന് ലോകപ്രസിദ്ധമാണ്, അല്ലേ? ഇത് നമ്മൾ അടുത്ത കാലത്തായി വളരെ പ്രശസ്തമായി ഇത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി മാത്രം എത്രയോ ടൂറിസ്റ്റുകൾ വിദേശത്ത് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുകൾ ഭാഗം തിരുവനന്തപുരത്ത് ഉള്ള, കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതാണ്. എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിദേശിക്ക് പോലും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അത്. നമ്മൾ അറിയേണ്ടതാണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. ഇനി ഇതാ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. Who is this great sportsman?
പ്രകാശ് പതുക്കോൺ, സോം ദേവ് ദേവധർമ്മൻ, രാജീവ് ജോസഫ്, പുല്ലേല ഗോപിചന്ദ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഈ പ്രശസ്ത കായിക താരം ആരാണ്? പ്രകാശ് പതുക്കോൺ, സോംദേവ് ദേവവർമ്മൻ, രാജീവ് ജോസഫ്, പുല്ലേല ഗോപിചന്ദ്. So all of you are ready? Ready? Buzzer please. Yeah. Srinarayana Public School Ernakulam. Yes. What's your answer? Option A, Prakash Padukone. Option A, Prakash Padukone. Okay. Let us see. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. മക്കളെ, അത്ഭുതപ്പെടുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. 13 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി 2 ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. 13 ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. ഒരു ഉത്തരം പോലും തെറ്റിയിട്ടില്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പാരൻസ് ഒന്ന് നന്നായിട്ട് കൈയടിക്കുക. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഈ കയ്യടി എന്ന് പറയുന്നത് എന്താ പറയുക, അവർക്ക് ഉള്ള ഒരു വലിയൊരു സന്തോഷമാണ്. കാരണം നിങ്ങൾ കാണുന്നു, പ്രേക്ഷകർ കാണുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ ആശ്വാസം. നമ്മളെപ്പോഴും ഒരു കഴിവ് നമുക്കുണ്ടാകുമ്പോൾ ആ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം നിറയുന്നത്. ആദ്യം മക്കളെ ആര് അംഗീകരിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുമല്ല, തീർച്ചയായിട്ടും മാതാപിതാക്കളാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപിക അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ കയ്യടിയും എത്രമാത്രം ഹൃദയത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 14ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ ചോദ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ചിത്രം വേദിയിൽ സ്ക്രീനിൽ കാണുക. ദി ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഐഡന്റിഫൈ ദി പ്ലേസ്. ലഡാക്ക്, രാഖിനല, സിങ്ജിയാങ്, അക്സായി ചിൻ. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനും ചൈനയും തട്ടിയെടുത്ത അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്ന ഈ സ്ഥലം ഏതാണ്? ലഡാക്ക്, രാഖിനല, സിങ്ജിയാങ്, അക്സായി ചിൻ. അപ്പോൾ നമ്മൾ റെഡിയാവുന്നു. നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓൾ ഓഫ് യു ആർ റെഡി? ദാറ്റ് ഈസ് യുവർ ടൈം. ബസർ പ്ലീസ്. യാ, ആൻഡ് യുവർ ആൻസർ പ്ലീസ്. A, Ladakh. A, ലഡാക്ക്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനും ചൈനയും തട്ടിയെടുത്ത് അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്ന ഈ സ്ഥലം ലഡാക്ക്. Let's see. That's the wrong answer. ഇനി നമുക്ക് ലഡാക്ക് ഒഴികെയുള്ള 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 3 ഓപ്ഷൻസ് ആണ്. So I think all of you are ready? Buzzer please. St. Joseph's Higher Secondary School. So your answer. Option D, Aksai Chin. Option D, Aksai Chin. നമ്മൾ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞല്ലോ അല്ലേ? 13 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ പാരൻസൊക്കെ കൈയടിച്ചു. അത് കഴിഞ്ഞ് കാറ്റ് മറിഞ്ഞ് വീശാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. Exciting, that's the right answer. Congratulations. Very good. 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ വളരെ പരിചയമുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രം ആരുടേതാണ് എന്നല്ല ചോദ്യം, നേരെ മറിച്ച് കാണാം. ചോദ്യം വരുന്ന സമയത്ത് കേൾക്കാം എന്താണ് ചോദ്യം എന്നുള്ളത്. സോ വാച്ച് ഹിയർ ദി പിക്ചർ. ചിത്രം ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ. ചെഗുവേരയുടെ ലോകപ്രശസ്തമായ ഈ ചിത്രം എടുത്തത് ആരാണ്? അതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. റോബർട്ട് കാപ്പ, ഹെൻറി കാർട്ടിയർ, ആൽബർട്ടോ കോർ, ബ്രസായി. ചോദ്യം ആവർത്തിക്കുന്നു. ചെഗുവേരയുടെ ലോകപ്രശസ്തമായ ഈ ചിത്രം എടുത്തത് ആരാണ്? റോബർട്ട് കാപ്പ, ഹെൻറി കാർട്ടിയർ, ആൽബർട്ടോ കോർഡ,
ആൻഡ് ബ്രസായി. 4 ഓപ്ഷനാണ്. ചെഗുവേരയുടെ ചിത്രമാണ് നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് പറയാമായിരുന്നു അല്ലേ? ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ആരുടെയും കയ്യിൽ ബസറിൽ ഇല്ല എന്ന് തോന്നുന്നു എനിക്ക്. ബസറിൽ വെക്കുന്നില്ല എന്നല്ല, ബസറിൽ നിന്ന് കുറേ ദൂരെ നിൽക്കുന്നു എന്നുള്ളതാണ്. എനിവേ, ലെറ്റ് us see. This is your time. Buzzer please. Yeah, MD Seminary Higher Secondary School, Kottayam. Tell me, who is that? Yes. Sir, option C, Alberto Corda. Option C, Alberto Corda. നോക്കാം. കൺഗ്രാജുലേഷൻസ്. ഇതൊരു സാധാരണ കൺഗ്രാജുലേഷൻസ് അല്ല, ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ചെഗുവേരയുടെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ പറയാമായിരുന്നു. പക്ഷേ ഈ ഫോട്ടോ എടുത്തത് ആര് എന്ന് ചോദിച്ചപ്പോൾ അതുപോലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇനി ഇവിടുന്ന് ഇവർ എവിടെ പോയിട്ടാണ് ഫിലിം വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ അതും പറയുമോ? ഇവിടുന്നാണ് ഈ ഫിലിം ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതും പറയുമോ? അത്രമാത്രം ഇൻ്റലിജൻ്റാണ്. വണ്ടർഫുൾ. കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യം. ഈ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 16ാമത്തെ ചോദ്യം. ഓക്കെ, വീണ്ടും ഒരു ശബ്ദമാണ്, ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശബ്ദം കാത്. ഓക്കെ, ലിസൺ ഹിയർ. Study technology works. It is for use. It can turn around anyone's education difficulties and change one's life. It's applicable to people at every level of society, every nationality, every age. I'm not just a promoter of study technology. ശബ്ദശകലം കേട്ടു. ഉജ്ജ്വലമായ ശബ്ദമാണ് അല്ലേ? ഉജ്ജ്വലമായ പ്രസംഗമാണ്, വാക്കുകളാണ്. ചോദ്യം ഇതാണ്: ഹൂസ് വോയിസ് ഇസ് ദിസ്? സിൽവസ്റ്റർ സ്റ്റലോൺ, ടോം ക്രൂസ്, റസൽ ക്രോ ആൻഡ് ലിയോനാർഡോ ഡികാപ്രിയോ. ഈ ശബ്ദശകലം തിരിച്ചറിയുക. സിൽവസ്റ്റർ സ്റ്റലോൺ, ടോം ക്രൂസ്, റസൽ ക്രോ, ലിയോനാർഡോ ഡികാപ്രിയോ. ക്ലിയർ? ഓൾ ഓഫ് യു ആർ റെഡി? ആൻഡ് ദിസ് ഈസ് യുവർ ടൈം. Buzzer, please. Yeah, Cotton Hill. Tell me. Sir, option B, Tom Cruise. Option B, Tom Cruise. Let us see. Very good. ഇന്ന് ഞാൻ തികച്ചും സംതൃപ്തനാണ്. കാരണം 16 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം മാത്രമാണ് തെറ്റിയതെന്ന് തോന്നുന്നു. ഒരെണ്ണം മാത്രമാണ്, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു. പക്ഷേ അതും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വന്ന സമയത്തേക്ക്, ഒരു ചാൻസ് കൂടി വന്ന സമയത്ത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബ്ദം കേൾക്കുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഒരു ചിത്രം കാണുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ ആളുകളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇത് പാഠപുസ്തകത്തിൽ മാത്രം പഠിക്കുന്ന കാര്യങ്ങളല്ല. ഇത് അതിലപ്പുറത്തേക്ക് ഒരുപാട് വായനയിലൂടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ട് ഈ കുട്ടികൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരുടെയും കുട്ടികളെ ഈ രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും നല്ലൊരു കയ്യടി നമുക്ക് ഇവർക്ക് കൊടുക്കാം. സമ്മാനമായിട്ട് ഒരു മാജിക് കൂടി കാണിച്ച് കേട്ടോ. ആ മാജിക് കൂടി കാണിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ സ്കോർ ബോർഡിലേക്ക് പോകാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. Simply relax your mind and we are going to a small magic. Okay. മാജിക് ഒന്നുമില്ല, വളരെ നിസ്സാരമായിട്ടൊരു മാജിക്. ദിസ് എ മൈൻഡ് റീഡിങ് മാജിക്. നിങ്ങളുടെ മനസ്സ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ്. ഇതിനകത്ത് ചെറിയ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് മാജിക്കിന് എന്നോട് സഹായിക്കാൻ വേണ്ടി. വാട്ട് അബൌട്ട് യു? പ്ലീസ് കം. ഞാൻ മോളെ ആ സൈഡിലേക്ക് വരാം. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ, വെരി സിമ്പിൾ. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഡെക്ക് കാർഡ്സ് ഉണ്ട് അല്ലേ? ഈ കാർഡ്സിനകത്ത് എല്ലാ കാർഡും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സാണ്. ഒരു ഡെക്ക് കാർഡിനകത്ത് എപ്പോഴും 52 കാർഡുകളുണ്ടായിരിക്കും, ഒരു ജോക്കർ ഉണ്ടായിരിക്കും. ഈ കാർഡുകളെല്ലാം ഉള്ള സാധാരണ ഡെക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കാർഡ് കാണിക്കുന്നത്. മോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഹാഫ് പോർഷൻ എടുത്തതിന് ശേഷം ഈ കയ്യിലേക്ക് വയ്ക്കാം.
എവിടെ വേണമെങ്കിലും വയ്ക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഇപ്പോൾ ഏത് കാർഡ് എവിടെയാണ് കട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. കട്ട് ചെയ്ത സ്ഥലത്തുള്ള കാർഡ് മോൾക്ക് എടുക്കാം. ആൻഡ് സീ ദാറ്റ് കാർഡ്. ആ കാർഡ് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. സോ ഐ ഡോണ്ട് നോ വാട്ട്സ് ദാറ്റ് കാർഡ്. അത് ഇതിനകത്തേക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. കാർഡ് കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. കീപ് ഇറ്റ് എനിവേർ ഇൻ ദിസ് ഡെക്ക്. ഓക്കെ, ഞാൻ ഈ ഡെക്ക് ഇതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട്സ് ദാറ്റ് കാർഡ്. മോൾ ചെയ്യേണ്ടത് ആ കാർഡിൻ്റെ ചിത്രം ഏതാണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലുള്ള പേപ്പറിൽ ഈ പേന കൊണ്ട് വരയ്ക്കണം. അതും ഞാൻ കാണാതെ വേണം വരയ്ക്കാൻ. ഏത് കാർഡാണ്, അതിൻ്റെ നമ്പർ എന്താണെന്ന് എഴുതുക, അല്ലെങ്കിൽ ചിത്രം ഏതാണെന്ന് പറയുക. അതിനുശേഷം അതിൻ്റെ ഡിസൈൻ വരച്ചു വയ്ക്കുക. വരച്ചു കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? മോള് തന്നെ ആ പേപ്പർ കയ്യിലെടുക്കുക. ആ പേപ്പറിന് നന്നായിട്ട് ചുരുട്ടുക. കയ്യിലിട്ട് നന്നായിട്ട് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കയ്യിൽ ഒരു പേപ്പർ ബോൾ ഉണ്ടല്ലേ? ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. യെസ്, ഇനി മോൾ ചെയ്യേണ്ടത് ഈ ഗ്ലാസ്സിനകത്തേക്ക് ആ പേപ്പർ ഇട്ടാൽ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് ഈ ഗ്ലാസ്സിനെ ഈ ഇതോട് കൂടിയിട്ട് ഞാനിവിടെ തന്നെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് കാർഡാണെന്നുള്ള കാര്യം. ആ പേപ്പറിനകത്താണ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ദാറ്റ്. സോ ഐ ആം കീപ്പിംഗ് ദിസ് ഗ്ലാസ് ചേംബർ ഓവർ ഹിയർ. കുറച്ചങ്ങോട്ട് മാറി നിൽക്കണം. ഇനി മോൾ ചെയ്യേണ്ടത് ലിസൺ ടു ദിസ് ആൻഡ് കോൺസെൻട്രേറ്റ്. അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാർഡ് ഏതാണെന്ന് മനസ്സിൽ വിചാരിക്കണം. നമുക്ക് ആ കാർഡിനെ എന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. സോ ലിസൺ ടു ദാറ്റ്. ലിസൺ, ലിസൺ, ലിസൺ. കുറച്ച് പവർ കൂടി പോയെന്ന് സംശയം. സോ ദാറ്റ് കാർഡ് ഈസ് 8 ഓഫ് ഡയമണ്ട്. പെർഫെക്റ്റ്. ഓൾ റൈറ്റ്. You are taking it out. You are just unfolding this, and the card is 8 of diamonds. Thank you very much. Thank you, Gopika. Thank you very much. അപ്പോൾ നമുക്കിനി വളരെ പ്രധാനപ്പെട്ട കാര്യം സ്കോർ ബോർഡ് അല്ലേ? കാണാം. സ്കോർ ബോർഡിലേക്ക് പോവാം. See your marks. Team A 150, Team B 100, Team C 40, Team D 40, Team E 150, Team F 110, Team G 50 and Team H 10 marks. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും നിരാശരാകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടിയ ആളുകൾ അതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. മാർക്ക് കുറഞ്ഞ ആളുകൾ നിരാശപ്പെടരുത്. കാരണം ഇനിയും ഊഴം നിങ്ങളെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് കൂടുതൽ ചോദ്യങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ വരുന്നത് എന്നറിയില്ല. കാരണം ഒരുപാട് സെഗ്മെൻറ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ സ്പോർട്സ് ഇതുപോലെ പല മേഖലകൾ കൈകാര്യം ചെയ്തു. ഇനിയും ഒരുപാട് മേഖലകൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇന്ന് ഞങ്ങൾക്ക് യാത്ര പറയുവാൻ സമയമായി. പുതിയ വിസ്മയങ്ങളും പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.